നമസ്കാരം. മോഹൻലാലിന് ലഭിച്ച അതേ പിന്തുണ മകൻ പ്രണവ് മോഹൻലാലിനും ലഭിക്കുമോ എന്നുള്ള ചോദ്യം പണ്ട് മുതൽ തന്നെ ഉള്ളതാണ്. പ്രണവ് എന്ന സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അന്ന് മുതൽ തന്നെ നായകനായി മലയാളി പ്രേക്ഷകർ പ്രണവിനെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ ഈ പ്രായത്തിൽ കാണിച്ച ചടുലതയോടെ തന്നെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിക്കുമോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. ബാലതാരമായി അഭിനയിച്ച് പുരസ്കാരം വാങ്ങിയെടുത്ത പ്രണവ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് പലപ്പോഴും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് അത് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രായത്തിൽ തനിക്ക് പലതും ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പ്രണവ് അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. സിനിമയും അഭിനയവും ഒക്കെ പ്രണവിന്റെ ലക്ഷ്യങ്ങളില്ലായിരുന്നുവെങ്കിലും ചില നിർബന്ധങ്ങൾക്കിടയിൽ തന്നെ താരം അഭിനയിക്കുകയായിരുന്നു. 2 വർഷത്തിനിടയിൽ ഒരു സിനിമ, അതാണ് തീരുമാനം. ഈ തീരുമാനം പ്രണവിന്റെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ കാടും മലയും താണ്ടി യാത്രകൾ ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും തുടങ്ങി വേറിട്ട ജീവിത രീതിയാണ് പ്രണവിന്റേത്. അടുത്തിടെയായി മരത്തിൽ വലിഞ്ഞു കയറുന്നതും കാടിന്റെ നടുവിൽ കൂടി നിന്നുള്ളതുമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു താരപുത്രൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആരാധകർ എന്തൊക്കെ കാണണമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രണവിന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ 2 അക്കൗണ്ടുകളുണ്ട്. ഒന്ന് അടുത്തുള്ളവർക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ട് എന്ന് തന്നെ പറയാം. നിലവിൽ സ്പെയിനിലേക്ക് പോയ പ്രണവ് അവിടെ ഒരു ഫാമിൽ തന്നെ ജോലി ചെയ്തും ആ അനുഭവങ്ങൾ മനസ്സിലാക്കിയും ഓരോ യാത്രകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ സുചിത്ര പറയുന്നത്. ആ ഫാമിൽ കുതിരയൊക്കെ ആടിനെയോ നോക്കുകയാണെന്ന് തോന്നുന്നുണ്ടെന്ന് സുചിത്ര കൂട്ടിച്ചേർത്തു. രേഖാമേനോനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു താരപത്നി ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. വിശദമായി തന്നെ പറയുന്ന കാര്യങ്ങളിലൂടെ മകന്റെ എല്ലാ കാര്യങ്ങളും അമ്മ അറിയുന്നുണ്ടെന്ന് പറയുന്നു. പ്രണവ് മോഹൻലാൽ മമ്മാസ് ബോയ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തന്നെ കസിൻസ് ഒക്കെ പറയുന്നത് അവൻ ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവന് അവൻ്റെതായ തീരുമാനങ്ങളുണ്ട്. നമ്മൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും അപ്പോന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ അത് ചെയ്യുള്ളൂ. ഇപ്പോൾ തന്നെ അവൻ സ്പെയിനിലാണ്. 2 വർഷത്തെ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു നിലപാടിലാണ് അവൻ. 2 സിനിമയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടമ്മേ എന്നും അതൊരു ബാലൻസിങ് ആണല്ലോ എന്ന് തോന്നിയതായി സുചിത്ര തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്പെയിനിലാണെങ്കിലും അവിടെ ഒരു ഫാമിൽ അപ്പു വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുതിരയെയോ വല്ല ആട്ടിൻകുട്ടികളെയോ ഒക്കെ നോക്കാനായിരിക്കാം. എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും കൂടുതൽ എനിക്കറിയില്ല. ചോദിക്കാറുമില്ല, പറയാറുമില്ല. അവിടെ ചെയ്യുന്ന ജോലിക്ക് പൈസയൊന്നും കിട്ടില്ല. താമസവും ഭക്ഷണവും ലഭിക്കും. അവരുടെ വക അത് തന്നെയാണ്. അവൻ അത് മതി. എന്നിട്ട് ആ അനുഭവം ആസ്വദിക്കുകയാണ് ചെയ്യുക. ചേട്ടൻ ചെയ്ത സിനിമകൾ അപ്പു ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ആളുകൾ അവരെ താരതമ്യം ചെയ്യും. അവർ തമ്മിൽ ഒരു കൂട്ടയടി ഉണ്ടാക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ്റെ അത്രയും എത്തില്ല, ആ ചെയ്തത് ശരിയല്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ വരും. അങ്ങനെ ഒരു അവസരത്തിന് താനായിട്ട് വഴിയൊരുക്കില്ല എന്ന് സുചിത്ര അഭിപ്രായം പറയുന്നുണ്ട്. അതേസമയം പ്രണവിനെ ഒരു അഭിമുഖത്തിൽ കൊണ്ടിരുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കോടി തരാമെന്ന് പറഞ്ഞാൽ ആളുകളുണ്ടെന്നും രേഖ പറയുന്നുണ്ട്. അങ്ങനെ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് 1 അല്ല 5 കോടി തരാമെന്നാണ് സുചിത്ര തമാശ രൂപേണ പറയുന്നത്. അന്നും ഇന്നും എന്നും കൊത്തെടുത്തുള്ളവരെ പ്രിയപ്പെട്ടവരൊരാളായി മലയാളികൾ മോഹൻലാൽ തന്നെ കാണുന്നുണ്ട്. മോഹൻലാൽ ഇല്ലാതെ മലയാളികളും കേരളവും പൂർണ്ണമാകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജീവിതത്തിന്റെ പല കാലങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളായി മാറി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭാഗമായി കഴിഞ്ഞ മോഹൻലാൽ ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ്. പതിറ്റാണ്ടുകളായി തന്നെ അതിനൊരു മാറ്റവുമില്ല. സാധാരണക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് പലപ്പോഴും നടക്കാറില്ല. കാരണം ഇന്ത്യയും വേൾഡും ഒട്ടാകെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ നടനാണ്. അദ്ദേഹത്തിന് അങ്ങനെ സാധാരണ ജീവിതമൊന്നും നയിക്കാനാകില്ല. അങ്ങനെ നയിച്ചു കഴിഞ്ഞാൽ തന്നെ ആളുകൾ തലയിൽ കയറുന്ന രീതിയിലാകും. തന്റെ യാത്രകൾ ചിലവിനുള്ള പണം സ്വരൂപിക്കാൻ പ്രണവ് സിനിമകൾ ചെയ്യുന്നത് പോലും ഇത്തരത്തിൽ തന്നെ അഭിപ്രായപ്പെട്ടു വരുന്നുണ്ട്.